പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വാട്ട്സ് ഗോഡ്സ് പ്ലാൻ ഫോർ യുവർ ലൈഫ്? ഇതൊരു കോമൺ ക്വസ്റ്റ്യന് അല്ലേ? നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള പ്ലാന് നമുക്കറിയാമോ? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ ഒന്നും നാം വിചാരിക്കുന്നത് പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. നാം ഇമാജിൻ ചെയ്യുന്നതിനെ കഴിഞ്ഞും വളരെ വളരെ വ്യത്യാസവും അത്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, ജെനിസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്, അബ്രഹാമിനെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ എല്ലാം നമ്മെ എൻകറേജ് ചെയ്യുന്നതാണ്. പക്ഷെ നാം അതിനോട് നീതി പുലർത്തണം, സത്യസന്ധത പുലർത്തണം. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു അബ്രാം. അബ്രാമിനോട് പറഞ്ഞു അവൻ്റെ നേറ്റീവ് പ്ലേസ് വിട്ടിട്ട് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകാൻ. അതായത് ആ ദേശത്തെക്കുറിച്ച് ഒരു വിവരണവും കൊടുത്തില്ല. ദാറ്റ് സൗണ്ട്സ് പ്രിറ്റി സ്കെയറി അല്ലേ? ഉൽപ്പത്തി പുസ്തകം 12:4 പറയുന്നു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം ഡിപ്പാർട്ടഡ് ആസ് ദ ലോർഡ് ഹാഡ് ഇൻസ്ട്രക്റ്റഡ്. ദൈവം പറഞ്ഞതുപോലെ അബ്രഹാം അതങ്ങ് അനുസരിച്ചു. ഒരു ഫുൾ ബ്ലൂ പ്രിൻ്റ് ദൈവം അബ്രഹാമിന് കൊടുത്തിട്ടില്ല. അബ്രഹാമിന് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അബ്രഹാം ഇറങ്ങിപ്പോകുന്നത്. പക്ഷെങ്കിൽ ഓരോ പ്രാവശ്യവും അബ്രഹാം നെക്സ്റ്റ് എന്തോ ചെയ്യണം എന്നുള്ള ആ ഇൻസ്ട്രക്ഷൻസ് ദൈവം കൊടുത്തുകൊണ്ടുമിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ്റെ ആ അനുസരണം ദൈവം എന്ത് ചെയ്തു? അബ്രാം എന്നുള്ള പേര് അബ്രഹാം എന്നാക്കി. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മെനി. പ്രൈസ് ഗോഡ്. അബ്രഹാം അങ്ങനെ തന്നെയായി തീർന്നു അല്ലേ? എബ്രായർ 11-ാം അധ്യായം നാം നോക്കുമ്പോൾ എബ്രായർ 11-നെക്കുറിച്ച് പറയുന്നത് ബൈബിൾസ് ഫെയ്ത്ത് ഹോൾ ഓഫ് ഫെയിം എന്ന. പ്രിറ്റി നീറ്റ് അല്ലേ ആ പേര്? പ്രൈസ് ഗോഡ്. അവിടെ അബ്രഹാമിൻ്റെ പേര് നമ്മൾ കാണുന്നു. വിശ്വാസം കൊണ്ട് മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം. ദൈവത്തിൻ്റെ പ്ലാന് അറിയാൻ മേലാതിരുന്ന സമയത്തും അവൻ വിശ്വാസത്താൽ ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ചു. അബ്രഹാം വലിയ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതം നോക്കുമ്പോൾ അനുസരിച്ച അനേക സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചിലതൊക്കെ താൻ അനുസരിച്ചത് ഇറ്റ് ഡിഡ്ന്റ് ഈവൻ മേക്ക് സെൻസ്. നമുക്ക് നോക്കുമ്പോൾ ഒരർത്ഥം പോലും തോന്നത്തില്ല. പക്ഷേ അവൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ, ദൈവം വചനത്തിൽ കൂടെ നമ്മളോട് അത് സംസാരിക്കുമ്പോൾ എങ്ങനെ അത് വർക്ക് ചെയ്യുമെന്ന് കുഞ്ഞ് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഗൈഡൻസ് തരും, നമ്മുടെ മുമ്പിൽ നാം എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. ദാറ്റ്സ് ഓൾ ഗോഡ്സ് പ്ലാൻ റിയലി. ഇറ്റ്സ് എ സീരീസ് ഓഫ് നെക്സ്റ്റ് സ്റ്റെപ്സ് വി ടേക്ക് ഇൻ ഒബീഡിയൻസ് ടു ഗോഡ്. നാം അനുസരിക്കും, ദൈവം അടുത്ത സ്റ്റെപ്പ് കാണിക്കും. അതുകൊണ്ട് ആ സങ്കീർത്തനം 119:105 പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. എല്ലാ തരത്തിലുമുള്ള ദീപത്തെക്കുറിച്ചല്ല, നിൻ്റെ വീട്ടിൽ നിൻ്റെ ബെഡ്റൂമിലിരിക്കുന്ന ദീപത്തെക്കുറിച്ചുമല്ല, ഒരു രാത്രി മുഴുവൻ കത്തി നിൽക്കുന്ന ഒരു ലാമ്പിനെക്കുറിച്ചുമല്ല അവിടെ പറയുന്നത്. ഇത് ഒരു ചെറിയ ക്യാൻഡിലായിരിക്കും, അതിൽ നിന്നുള്ള വെളിച്ചം പോലെ ഉള്ളൂ. ഒത്തിരി ലൈറ്റ് തരണമെന്നൊന്നുമില്ല. പക്ഷേ അത് സ്ട്രെയിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിനക്ക് വെളിച്ചം പകർന്ന് 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 തരുമായിരിക്കും. എത്ര പിച്ച് ബ്ലാക്ക് റൂമിലാണെങ്കിലും ഒരു ടൈനി ഫ്ലാഷ് ലൈറ്റ് മതിയല്ലോ നമുക്ക് നമ്മുടെ മുമ്പിലോട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് കാണാൻ. അങ്ങേറ്റം വരെ നമുക്ക് കാണണ്ടല്ലോ. അബ്രഹാമിനെ പോലെ ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുഞ്ഞെ ഒരു ഫുൾ ബ്ലൂ പ്രിൻ്റ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. അബ്രഹാമിന് വേണ്ടി താൻ അങ്ങനെ ചെയ്തുവെങ്കിൽ ദൈവം നമ്മോടും തൻ്റെ വചനത്തിൽ കൂടി സംസാരിച്ച്
നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകാരികളായിട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യവും ഓരോ സ്റ്റെപ്പും കാണിച്ചു തരും. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒന്നേൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുമോ? തീർച്ചയായിട്ടും നമ്മെ സഹായിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. നാം ചെയ്യുന്ന ചില കാര്യത്തെ കഴിച്ചും നാം ആരാണെന്നുള്ളതിനകത്ത് ആശ്രയിച്ചാണ് ദൈവത്തിൻ്റെ സകല പ്ലാനും വിവരണം നൽകുന്നത്. ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്. നീ പല പ്രാവശ്യം ഈ ചോദ്യം നിൻ്റെ ജീവിതത്തിൽ ചോദിച്ച് കാണും അല്ലേ? ചിലപ്പോൾ മേജർ ലൈഫ് ഡിസിഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നോർത്ത് നീ നിൽക്കുമ്പോൾ ഏത് കരിയർ ഞാൻ പിക്ക് ചെയ്യണം, ഏത് കോളേജിൽ അഡ്മിഷന് പോകണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ നീ ചോദിച്ച് കാണും. നമ്മൾ തിരുവചനം നോക്കുമ്പോൾ അതുപോലൊരു സിമിലർ ക്വസ്റ്റ്യന് യേശു കർത്താവിനോട് ഒരു റിലീജിയസ് ലീഡർ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. കർത്താവ് കൊടുത്ത ഉത്തരം അതിൻ്റെ 37-38 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. 39-ാം വാക്യം, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം യേശു കൊടുത്തത്. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്. ഗ്രേറ്റസ്റ്റ്, വലിയത്. രണ്ടാമത് ഓർക്കണമേ, ഈക്വലി ഇമ്പോർട്ടൻറ്റ്, അതിനോട് സമമായിട്ടുള്ളത്. എന്തുവാ? നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് എന്താണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്കും ഈ 2 സംഗതി ദൈവം പറഞ്ഞത് നമ്മുടെയും ജീവിതത്തിൽ കാണണം. ഒന്ന് എന്തുവാ? ലവ് ഗോഡ്. 2 ലവ് അതർ പീപ്പിൾ. ദൈവത്തെ സ്നേഹിക്കുക, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഇത് വലിയൊരു കാര്യം തന്നെ അല്ലേ? ബട്ട് ഹൗ ഡു ഐ നോ വെയർ ടു ഗോ ടു കോളേജ് ഓർ വാട്ട് കാരിയർ ടു പിക്ക്? അതെങ്ങനെ അറിയും? അതൊരു ഫെയർ ക്വസ്റ്റ്യനാണ്. ഞാൻ പറയട്ടെ, നാം ദൈവത്തെ ഫോളോ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ചുറ്റും ഉള്ളവരൊക്കെ ആത്മീയരാണെങ്കിൽ, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഡിസിഷൻസിനെ ഗൈഡ് ചെയ്യാൻ സഹായിക്കും. ചിലപ്പോൾ ഈക്വലി ഗുഡായിട്ടുള്ള 2 കോളേജസ് നിൻ്റെ മുമ്പിൽ വരുമായിരിക്കും. നീ ചോദിക്കും, നീ ഓർക്കും, ഇതിനകത്ത് ഏതിലാണ് ഞാൻ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെന്ന് പ്രൈസ് ഗോഡ്, നീ 2 ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്സിൽ ഏതാ വലുതെന്ന് ചോദിച്ചല്ലോ. ഏതായിരുന്നു 2 ലവിങ് ഗോഡ് ആൻഡ് ലവിങ് പീപ്പിൾ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ക്യാൻ യു ലവ് ഗോഡ് ആൻഡ് ലവ് അതർ പീപ്പിൾ അറ്റ് ബോത്ത് കോളേജസ്? ഇഫ് ദ ആൻസർ ഈസ് യെസ്, ദാറ്റ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വിച്ച് യു ചൂസ്. 2 കോളേജസിൽ പോയാലും നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചൂസ് ചെയ്യാം. ഗോഡ് ക്യാൻ യൂസ് യു അറ്റ് ഐദർ പ്ലേസ്. ആ ചോദ്യത്തിന് നിനക്ക് ഉത്തരം കിട്ടുവാണെങ്കിൽ പ്രൈസ് ഗോഡ്, ഇതിന് നിനക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഫ്യൂച്ചർ ഡിസിഷൻസൊക്കെ വരുമ്പോൾ കർത്താവ് എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ ഡയറക്റ്റായിട്ട് തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് ആപ്പാടെ ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, നിനക്ക് ഒത്തിരി ഫ്രീഡം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളത് അതിനെ കഴിഞ്ഞും നീ ആരായി തീരുമെന്നുള്ളതാണ്. നീ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കഴിഞ്ഞും ദൈവത്തിന് ഇമ്പോർട്ടൻറ്റ്. അതായത് നീ സ്വന്തമായിട്ട് നിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെ നാം ജീവിക്കണമെന്നല്ല, ഒരിക്കലുമല്ല. നമുക്ക് ദൈവത്തിൻ്റെ ഹിതം അറിയാതെ വരും. പക്ഷെങ്കിൽ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിൽ കൂടി നടക്കാൻ പറ്റുമല്ലോ, അല്ലേ? തിരുവചനം വായിക്കുന്ന ഭക്തിയോടെ തിരുവചനം അനുസരിച്ച് പോകുന്ന ഒരു ദൈവപൈതൽ എപ്പോഴും ദൈവത്തിൻ്റെ വഴിയിലേ നടക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തുവാ?
നമുക്ക് എന്താണ് വാട്ട്സ് നെക്സ്റ്റ് ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്തപ്പോഴും നാം ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ we can continue to obey what God has called us to right now. ഇപ്പോൾ എന്താണെന്നുള്ളതാണേലും നിനക്ക് അനുസരിക്കാൻ പറ്റും ആ കാര്യം. ദാറ്റ് മീൻസ് നീ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള ജീവിതമാണ് നീ നയിക്കുന്നത്, നീ നിൻ്റെ പേരൻസിനെ ഒബേ ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എൽഡേഴ്സിനെ നീ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ മനുഷ്യരെയും നീ സ്നേഹിക്കുന്നുണ്ട്, നീ ദൈവത്തിന് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നിന്നെ സഹായിക്കും. ദൈവപൈതലേ, അവനിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്കതിനുള്ള ജ്ഞാനം തരും. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 2 verses 12 and 13. ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? റൈറ്റ് തിങ്സ് ഫോക്കസ് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രോവേർബ്സ് 13:20 സദൃശവാക്യം 13:20 ഇങ്ങനെ പറയുന്നു: ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാവും. പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജ്ഞാനമുള്ള ഹൃദയം തരണമേ. നിന്നെ അന്വേഷിച്ച് നിന്നെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന ഞങ്ങൾക്ക് നിൻ്റെ ഹിതം വെളിവാക്കത്തക്കവണ്ണമുള്ള വഴി തുറന്ന് നിൻ്റെ ഇഷ്ടത്തിന് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.